നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിച്ചു. അമേരിക്കയിൽ നിന്ന് ഡൽഹിയിലെത്തിച്ചത് പ്രത്യേക വിമാനത്തിൽ. റാണയിൽ നിന്ന് സുപ്രധാന വിവരങ്ങൾ പ്രതീക്ഷിച്ച് അന്വേഷണ ഏജൻസികൾ. DG അടക്കം 12 ഉദ്യോഗസ്ഥരാണ് റാണയെ ചോദ്യം ചെയ്യുക. റാണയിൽ നിന്ന് സുപ്രധാന വിവരങ്ങൾ പ്രതീക്ഷിച്ച് അന്വേഷണ ഏജൻസികൾ. കുറ്റവാളി കൈമാറ്റം പൂർത്തിയായെന്ന് NIA. കേരള സർവകലാശാല ആസ്ഥാനത്ത് SFI KSU സംഘർഷം. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. ഇരുവിഭാഗവും വിജയാഹ്ലാദം നടത്തുന്നതിനിടെയാണ് സംഘർഷം. വീണ്ടും വിവാദ പരാമർശവുമായി അലഹബാദ് ഹൈക്കോടതി. ബലാത്സംഗത്തിൽ അതിജീവിതയ്ക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് കോടതി നിരീക്ഷണം. ജസ്റ്റിസ് സഞ്ജയ് കുമാറിൻ്റെതാണ് പരാമർശം. മാറിടത്തിൽ സ്പർശിക്കുന്നതും പൈജാമയുടെ ചരടഴിക്കുന്നതും ബലാത്സംഗശ്രമമായി കാണാനാവില്ലെന്ന പരാമർശത്തിന് പിന്നാലെയാണ് പുതിയ വിധി. പീഡനക്കേസ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചു. വയനാട് ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ ഇടക്കാല ഉത്തരവുമായി ഹൈക്കോടതി. കേന്ദ്രവും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും വിവേചനാധികാരം പ്രയോഗിക്കണം. വായ്പ എഴുതിത്തള്ളാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകണമെന്നും കോടതി. ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 13 പ്രകാരം തീരുമാനമെടുക്കണമെന്ന് ആവശ്യം. കോഴിക്കോട് കാരശ്ശേരിയിൽ പ്രതിയെ പിടികൂടാനെത്തിയ പോലീസുകാർക്ക് വെട്ടേറ്റു. പോലീസുകാരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് മോഷണക്കേസ് പ്രതി അർഷാദും മാതാവ് ഖദീജയും. പരിക്കേറ്റ CPO ഷാലു, നൌഫൽ എന്നിവർ ചികിത്സയിൽ. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ റാഗിങ്ങിനെ തുടർന്ന് ജീവനൊടുക്കിയ സംഭവത്തിൽ 19 വിദ്യാർത്ഥികളെ പുറത്താക്കി. റാഗിങ്ങിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയവരെയാണ് സർവകലാശാല പുറത്താക്കിയത്. വിദ്യാർത്ഥികളെ പുറത്താക്കിയ കാര്യം ഹൈക്കോടതിയെ അറിയിച്ച് സർവകലാശാല. ഇടുക്കി ഉപ്പുതറയിൽ ഒരു കുടുംബത്തിലെ 4 പേർ തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് പട്ടത്തമ്പലം സജീവ് മോഹനനും ഭാര്യ രേഷ്മയും 2 മക്കളും. മരണകാരണം സാമ്പത്തിക ബാധ്യതയെ തുടർന്നെന്ന് നിഗമനം. മുനമ്പത്തെ വഖഫ് ഭൂമിയുടെ സ്വഭാവം പരിശോധിക്കാൻ കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ. ഭൂമി വഖഫ് ആണോ ദാനമാണോ എന്നാണ് പുതുതായി പരിശോധിക്കുന്നത്. പറവൂർ സബ് കോടതിയും ഹൈക്കോടതിയും ഭൂമിയുടെ കൈവശാവകാശം മാത്രമാണ് തീരുമാനിച്ചിരുന്നതെന്ന് ട്രിബ്യൂണൽ. തിരുവനന്തപുരം പേരൂർക്കട അമ്പലമുക്കിൽ അലങ്കാരച്ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരി നെടുമങ്ങാട് സ്വദേശി വിനീത കൊല്ലപ്പെട്ട കേസിൽ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരൻ. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. ഈ മാസം 21-ന് കേസ് വീണ്ടും പരിഗണിക്കും. 2022 ഫെബ്രുവരി 6-നാണ് രാജേന്ദ്രൻ വിനീതയെ കടയിൽ വെച്ച് കുത്തി കൊലപ്പെടുത്തിയത്. വിനീതയുടെ കഴുത്തിൽ കിടന്ന 4.5 പവൻ തൂക്കമുള്ള സ്വർണ്ണമാല കവരുന്നതിനായിരുന്നു കൊലപാതകം. മലപ്പുറം ചട്ടിപ്പറമ്പിൽ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിൽ. ഒതുക്കുങ്ങൽ സ്വദേശി ഫാത്തിമ, മകൻ അബൂബക്കർ സിദ്ദിഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മരിച്ച അസ്മയുടെ പ്രസവം എടുക്കാൻ സഹായിച്ചത് ഫാത്തിമയും മകനുമെന്ന് പോലീസ്. രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ പകരം തീരുവ താൽക്കാലികമായി മരവിപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്കുള്ള 90 ദിവസത്തേക്ക് തീരുവ 10%. ചൈനയ്ക്ക് 125% അധിക നികുതി പ്രഖ്യാപിച്ച് ചൈനയുടെ 84% തീരുവയ്ക്ക് തിരിച്ചടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ കുതിച്ചുയർന്ന് അമേരിക്കൻ ഓഹരി വിപണി. മലപ്പുറം അരീക്കോട് അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ യുഗാണ്ടൻ യുവതി പിടിയിൽ. നാക്കുപുറയെ ടിയോപിസ്റ്റയെയാണ് അരീക്കോട് പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞയാഴ്ച അരീക്കോട് തെക്കിൻചുവട്ടിൽ വെച്ച് 200 ഗ്രാം MDMA-യുമായി അറസ്റ്റിലായ പോത്തിക്കൽ സ്വദേശി അറബി അസീസ്, എടവണ്ണ സ്വദേശി ഷമീർ ബാബു എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ടിയോപിസ്റ്റയെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. പത്തനംതിട്ടയിൽ കോവിഡ് ബാധിതയെ ആംബുലൻസിൽ പീഡിപ്പിച്ച കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. കായംകുളം സ്വദേശി നൌഫലിനെയാണ് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. പ്രതിക്കുള്ള ശിക്ഷ നാളെ വിധി. 2020 സെപ്റ്റംബർ 5-നാണ് ആറന്മുളയിലെ മൈതാനത്ത് വെച്ച് ആംബുലൻസിൽ യുവതി പീഡിപ്പിക്കപ്പെട്ടത്.
ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഹിയറിംഗിന് വിളിച്ചതിന് പിന്നാലെ ഉപാധികൾ വെച്ച് സസ്പെൻഷനിലായ എൻ പ്രശാന്ത് IAS. ഹിയറിംഗ് ലൈവ് സ്ട്രീം ചെയ്യണമെന്നും റെക്കോർഡ് ചെയ്യണമെന്നും ആവശ്യം. ഉപാധികൾ ഉന്നയിച്ച് ചീഫ് സെക്രട്ടറിക്ക് പ്രശാന്ത് കത്ത് നൽകി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പ്രശാന്തിനെ ഹിയറിംഗിന് വിളിച്ചത്. വന്യജീവി ആക്രമണങ്ങളിൽ ജനം പൊറുതിമുട്ടുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കയ്യും കെട്ടിയിരിക്കുകയാണെന്ന് സനീഷ് കുമാർ ജോസഫ് MLA. ജനങ്ങളുടെ ജീവനും സ്വത്തും ആക്രമിക്കപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാർ പകച്ചു നിൽക്കുകയാണെന്നും MLA. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പോലീസ് അന്വേഷണം ഇഴയുന്നതിൽ സർക്കാരിനെതിരെ ഹൈക്കോടതി. അന്വേഷണം ഇത്തരത്തിലാണെങ്കിൽ കേസ് CBIക്ക് വിടേണ്ടി വരുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. 4 വർഷമായിട്ടും എന്തുകൊണ്ടാണ് അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്തതെന്നും കോടതി സർക്കാരിനോട് ചോദിച്ചു. കേസന്വേഷണം അനന്തമായി നീട്ടാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. ആശാസമരം തീരാതിരിക്കാൻ കാരണം ആശാമാർ തന്നെയെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി സമരസമിതി. സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൗരസാഗരം സംഘടിപ്പിക്കും. മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. 3000 രൂപയെങ്കിലും ഓണറേറിയം കൂട്ടാതെ സമരം പിൻവലിക്കില്ലെന്നും ആശാമാർ. ആശാസമരത്തെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത് തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസ് പ്രതികൾക്ക് ജാമ്യം. വിദ്യാർത്ഥികളായ സാമുവൽ ജോൺസൺ, SN ജീവ, റിജിൽജിത്ത്, KP രാഹുൽ രാജ്, NV വിവേക് എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചത്. പ്രതികളുടെ പ്രായവും മുമ്പ് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടില്ലെന്നതും കണക്കിലെടുത്താണ് ജാമ്യം. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. തൃശൂർ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട പുതിയ കഴകക്കാരനെ നിയമിച്ച് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്. കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ജാതി വിവേചനത്തെ തുടർന്ന് രാജിവെച്ച BA ബാലുവിന്റെ സ്ഥാനത്തേക്കാണ് പുതിയ കഴകക്കാരനെ നിയമിച്ചിരിക്കുന്നത്. ആലപ്പുഴ ചേർത്തല സ്വദേശി KS അനുരാഗിനെയാണ് നിയമിച്ചിരിക്കുന്നത്. അനുരാഗിന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അഡ്വൈസ് മെമ്മോ നൽകി. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയുമായി ബന്ധപ്പെട്ട് തന്ത്രിമാർ ആവശ്യപ്പെടുന്ന ജാതി പരിഗണന അംഗീകരിക്കില്ലെന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ KB മോഹൻദാസ്. നിയമം അനുശാസിക്കുന്ന ജാതി സംവരണം നടപ്പാക്കും. ഓപ്പൺ കാറ്റഗറി പ്രകാരമാണ് ബാലുവിന് നിയമനം നൽകിയത്. നിയമനത്തിൽ ബോർഡിന് മുൻവിധിയില്ല. നിലവിൽ വിവാദമുണ്ടാകേണ്ട സാഹചര്യമില്ലെന്നും KB മോഹൻദാസ് പ്രതികരിച്ചു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് മുസ്ലിം ലീഗ് തയ്യാറാക്കുന്ന ഭവന പദ്ധതിക്ക് തറക്കല്ലിട്ടു. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുട്ടിൽ ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്തു. 105 കുടുംബങ്ങൾക്ക് 11 ഏക്കറിലായാണ് വീടൊരുങ്ങുന്നത്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ നിയമത്തിന് അനുകൂലമായി രാജ്യവ്യാപക പ്രചാരണത്തിന് BJP. ഏപ്രിൽ 20 മുതൽ പഞ്ചായത്ത് തലം വരെ പ്രചാരണ പരിപാടികൾ നടത്താൻ തീരുമാനം. പ്രതിപക്ഷ പാർട്ടികൾ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുമ്പോഴാണ് ചെറുക്കാനായി BJP തയ്യാറെടുക്കുന്നത്. പ്രചാരണ പരിപാടികൾക്കായി ദേശീയ തലത്തിൽ BJP സമിതി രൂപീകരിച്ചു. കൊച്ചിയിൽ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ ഉപേക്ഷിച്ച പെൺകുഞ്ഞിനെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു. കഴിഞ്ഞ ദിവസം കുഞ്ഞിന് ആരോഗ്യമന്ത്രി നിധി എന്ന് പേരിട്ടിരുന്നു. എല്ലാവിധ സൗകര്യങ്ങളും നൽകി തന്നെ കുട്ടിയെ വളർത്തുമെന്ന് CWC ചെയർമാൻ വിൻസെന്റ് ജോസഫ്. കോട്ടയം ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ദമ്പതികളാണ് 3 ആഴ്ച മാത്രം പ്രായമുള്ള കുഞ്ഞിനെ സ്വകാര്യ ആശുപത്രി ICUവിൽ ഉപേക്ഷിച്ച് കടന്നത്. സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. ഗ്രാമിന് 270 രൂപ കൂടി 8,560 രൂപയായി. പവന് 2,160 രൂപ കൂടി 68,480 രൂപയിലേക്കാണ് എത്തിയത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില 3% കൂടി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ യുദ്ധത്തിന് പിന്നാലെയാണ് സ്വർണ്ണവിലയിൽ കുതിപ്പ് രേഖപ്പെടുത്തിയത്. അന്താരാഷ്ട്ര സ്വർണ്ണവില ഒറ്റ ദിവസം കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി $100 വർദ്ധിച്ചത്. അന്താരാഷ്ട്ര സ്വർണ്ണവില $3,126 രൂപയുടെ വിനിമയ നിരക്ക് 86.23 രൂപയും. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ CPOമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് പൂർത്തിയായി. പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിച്ചു. രാജ്യത്ത് ഏറ്റവും നല്ല ക്രമസമാധാനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി. പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. പൂഴിത്തോട് മാവട്ടത്താണ് കൂട് സ്ഥാപിച്ചത്.
ഇവിടെ പൊറ്റക്കാട്ട് പ്രീതയുടെ വീടിന് മുമ്പിൽ കൂട്ടിൽ കെട്ടിയിരുന്ന ആടിനെ കഴിഞ്ഞ ദിവസം രാത്രി പുലി കൊന്ന് ഭക്ഷിച്ചിരുന്നു. നേരത്തെയും ഈ ഭാഗത്ത് ആടിനെയും പട്ടികളെയും അടക്കം പുലി ആക്രമിച്ച് കൊന്നിട്ടുണ്ട്. ജനുവരിയിൽ ഇവിടെ പുലിയുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചിരുന്നു. അന്ന് കൂട് സ്ഥാപിച്ച സ്ഥലത്തിന് പരിസരത്തായാണ് ഇപ്പോൾ കൂടൊരുക്കിയിരിക്കുന്നത്. തൃശൂർ ഗായത്രി പുഴയിലെ ഒഴുക്കിൽപ്പെട്ട 71കാരിയെ രക്ഷിച്ച യുവാക്കൾ. പാലക്കാട് കണ്ണമ്പാറ സ്വദേശി മണിയെയാണ് ജിതിനും കൂട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. കോഴിക്കോട് രാമനാട്ടുകരയിൽ തുണിക്കടയിൽ തീപിടുത്തം. നോർവേ ക്ലോത്തിംഗ് സ്റ്റോർ എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. മീൻചന്തയിൽ നിന്നും 2 യൂണിറ്റ് അഗ്നിരക്ഷാ സേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. വൈദ്യുത ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായത്. നാളെ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ 4 മണിക്കൂറിലധികം നിർത്തിവെക്കുമെന്ന് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവള ലിമിറ്റഡ് ടിആൽ. വൈകുന്നേരം 4:45 മുതൽ രാത്രി 9 വരെയായിരിക്കും വിമാന സർവീസുകൾ നിർത്തിവെക്കുക. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ആറാട്ട് ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടാണ് നടപടി. വിമാനങ്ങളുടെ പുതുക്കിയ സമയം അതത് വിമാന കമ്പനികളിൽ ലഭ്യമാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായി സംസ്ഥാനതല ചുഴലിക്കാറ്റിൻ്റെയും അനുബന്ധ ദുരന്തങ്ങളുടെയും തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി നാളെ മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കും. സംസ്ഥാനത്തുടനീളമുള്ള 12 ജില്ലകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 24 സ്ഥലങ്ങളിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുക. ശബരിമലയിലെ പ്രത്യേക ഉത്സവ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലയെ മോക്ക് ഡ്രില്ലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് KSEBയുടെ അധീനതയിലുള്ള 59 അണക്കെട്ടുകളുടെ ബഫർ സോൺ പരിധി വ്യാപിപ്പിക്കാനുള്ള KSEB നീക്കത്തിൽ ആശങ്ക. ഇടുക്കിയിലെ 24 അണക്കെട്ടുകളുടെ പരിസരത്ത് താമസിക്കുന്നവരെയാണ് തീരുമാനം ഏറ്റവും അധികം ബാധിക്കുക. പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടില്ലെന്നും ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും വൈദ്യുത മന്ത്രിയുടെ ഓഫീസ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ലഗേജിന്റെ ഉത്തരവാദിത്വം യാത്രക്കാരന് മാത്രമാണെന്ന് ഡൽഹി ഹൈക്കോടതി. റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അനാസ്ഥയോ ദുഷ്പ്രവൃത്തിയോ ഉണ്ടായിട്ടില്ലെങ്കിൽ മോഷണത്തിന് റെയിൽവേ ബാധ്യസ്ഥരല്ലെന്നും ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് രവീന്ദർ ദുദേജയാണ് വിധി പുറപ്പെടുവിച്ചത്. 2013 ജനുവരിയിൽ ന്യൂഡൽഹിയിൽ നിന്ന് നാഗ്പൂരിലേക്കുള്ള യാത്രക്കിടെ നടന്ന മോഷണം സംബന്ധിച്ചുള്ള ഒരാളുടെ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. തേർഡ് AC കോച്ചിൽ യാത്ര ചെയ്യുമ്പോൾ ലാപ്ടോപ്പ്, ചാർജർ, കണ്ണട, ATM കാർഡുകൾ എന്നിവ അടങ്ങിയ ബാഗ് മോഷ്ടിക്കപ്പെട്ടതായി ആരോപിച്ചുള്ളതായിരുന്നു ഹർജി. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറിയ US സർക്കാരിന്റെ നടപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ നയതന്ത്ര വിജയമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സ്ഫോടനങ്ങൾ നടന്ന സമയത്തെ സർക്കാരുകൾക്ക് തഹാവൂർ റാണയെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നും അമിത്ഷാ. ബംഗ്ലാദേശിൽ ബാറ്റ, KFC, പിസ്സ ഹട്ട്, പ്യൂമ തുടങ്ങിയ അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ കടകൾ കൊള്ളയടിച്ച് ജനക്കൂട്ടം. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചതിൽ പ്രതിഷേധിച്ച് ഇസ്രായേലുമായി ബന്ധമുള്ള ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനവും പ്രതിഷേധ റാലികളും ബംഗ്ലാദേശിൽ നടന്നു. അതിനിടെയാണ് ആൾക്കൂട്ടം കടകൾ കൊള്ളയടിക്കുകയും തകർക്കുകയും ചെയ്തത്. ഇസ്രായേലിന് പിന്തുണ നൽകുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും മുദ്രാവാക്യങ്ങൾ ഉയർന്നു. പോലീസ് 70ഓളം പേരെ അറസ്റ്റ് ചെയ്തു. എയർ ഇന്ത്യ വിമാനത്തിൽ യാത്രക്കാരൻ സഹയാത്രികന്റെ ദേഹത്ത് മൂത്രമൊഴിച്ച സംഭവത്തിൽ യാത്രക്കാരനെ 30 ദിവസത്തേക്ക് എയർ ഇന്ത്യ നോ ഫ്ലൈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ആഭ്യന്തര അന്വേഷണത്തിന് ശേഷം കൂടുതൽ നടപടികളെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനും നടപടിയെടുക്കാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും എയർ ഇന്ത്യ രൂപീകരിച്ചു. വിഷയത്തിൽ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി. മസ്കറ്റ് ബൌഷർ വിലായത്തിലെ ഗുബ്രയിലെ കമ്പനിയിൽ അമോണിയ വാതക ചോർച്ചയിൽ 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും അധികൃതർ. കഴിഞ്ഞ 10 വർഷത്തിനിടെ ദുബായിൽ രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ എണ്ണത്തിൽ 173% വർധനവ്. ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിൽ അംഗങ്ങളായ വിദേശ കമ്പനികളിൽ 1ാം സ്ഥാനത്താണ് ഇന്ത്യ. ചൊവ്വാഴ്ച മുംബൈയിൽ നടന്ന ദുബായ് ഇന്ത്യ ബിസിനസ് ഫോറത്തിലാണ് സുപ്രധാന വെളിപ്പെടുത്തൽ. ദുബായിയുടെ മികച്ച വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് ഇന്ത്യയെന്ന് ദുബായ് ചേംബേഴ്സ് വൈസ് ചെയർമാൻ അഹമ്മദ് ബിൻ ബയാൻ.
ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. മുംബൈയിലായിരുന്നു കൂടിക്കാഴ്ച. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ എന്നിവരുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. ദുബായ് കിരീടാവകാശിക്ക് ദുബായ് 11 എന്ന് ബ്രാൻഡ് ചെയ്ത ജേഴ്സി സമ്മാനിച്ച രോഹിത് ശർമ്മ. വകുപ്പുതല പരീക്ഷ എഴുതാനെത്തിയ ഉദ്യോഗാർത്ഥിയുടെ ഹാൾ ടിക്കറ്റ് റാഞ്ചി വില്ലൻ പരുന്ത്. കാസർഗോഡ് AUP സ്കൂളിൽ ഇന്ന് രാവിലെയാണ് ഉദ്യോഗാർത്ഥിയുടെ ഹാൾ ടിക്കറ്റ് പരുന്ത് തട്ടിയെടുത്തത്. ഉദ്യോഗാർത്ഥികൾ ബഹളം വെച്ചെങ്കിലും ഹാൾ ടിക്കറ്റ് വിട്ടു നൽകാൻ പരുന്ത് തയ്യാറായില്ല. പിന്നീട് പരീക്ഷയ്ക്ക് അല്പസമയം മുൻപ് സ്കൂൾ മുറ്റത്ത് ഹാൾ ടിക്കറ്റ് ഉപേക്ഷിച്ച് പറന്നകലുകയായിരുന്നു. കോഴിക്കോട് നഗരത്തിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. ചക്കുംകടവ് സ്വദേശി ഫാസിലിനെയാണ് കോഴിക്കോട് ടൗൺ പോലീസ് പിടികൂടിയത്. പോലീസ് പട്രോളിംഗിനിടെ ആനി ഹാൾ റോഡിനടുത്തുള്ള ബാറിന് സമീപത്ത് സംശയാസ്പദമായി കണ്ട ഫാസിലിനെ പരിശോധിക്കുകയായിരുന്നു. തുടർന്നാണ് പ്രതിയിൽ നിന്നും പോലീസ് 11 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തത്. കൊല്ലം കണ്ണനല്ലൂരിൽ 8.5 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കണ്ണനല്ലൂർ സ്വദേശി സംഗീതിനെയാണ് എക്സൈസ് കസ്റ്റഡിയിലെടുത്തത്. പുലർച്ചെ 2 മണിയോടെയാണ് സംഗീതിന്റെ കണ്ണനല്ലൂരിലെ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തത്. സംഗീതും സുഹൃത്തുക്കളും ചേർന്ന് വിൽപ്പനയ്ക്ക് വേണ്ടി കഞ്ചാവ് നിറയ്ക്കുന്നതിനിടെയാണ് എക്സൈസ് സംഘം എത്തിയത്. റെയ്ഡിനിടെ എക്സൈസുകാരെ പ്രതികൾ ആക്രമിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. സംഗീതിനൊപ്പം ഉണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. കൊല്ലം പരവൂരിൽ അച്ഛൻ മകനെ മദ്യലഹരിയിൽ വെട്ടി. 49-കാരനായ രാജേഷാണ് 18 വയസ്സുള്ള ഉറങ്ങിക്കിടക്കുകയായിരുന്ന അഭിലാഷിന്റെ മുഖത്തും കഴുത്തിനും കൈക്കും വെട്ടിയത്. ഗുരുതരമായി പരിക്കേറ്റ അഭിലാഷിനെ നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചു. രാജേഷ് സ്ഥിരമായി അക്രമകാരിയാണെന്ന് നാട്ടുകാർ. കണ്ണൂരിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. മാവിലായി സ്വദേശി VN സുനിൽകുമാറിനെയാണ് കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭാര്യ എളയാവൂർ സ്വദേശി പ്രിയയെയാണ് പ്രതി ആക്രമിച്ചത്. സുനിൽകുമാറുമായി അകന്നു കഴിയുകയായിരുന്നു പ്രിയ. ഓട്ടോറിക്ഷ കൊണ്ടിടിച്ച് വീഴ്ത്തി പ്രിയയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെട്ട പ്രിയ ടൗൺ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മലപ്പുറം പുഴക്കര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് സിവിൽ പോലീസ് ഓഫീസർമാർ അക്രമം നടത്തിയെന്ന് CPIM എരമംഗലം ലോക്കൽ കമ്മിറ്റി. ഏരിയ കമ്മിറ്റി അംഗത്തിന്റെയും സഹോദരന്മാരുടെ വീട്ടിൽ കയറി പോലീസ് ആക്രമണം നടത്തിയെന്നും ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു. മോട്ടോർ ബൈക്ക് ഓടിക്കുമ്പോൾ അഭ്യാസ പ്രകടനം നടത്തിയ യുവാവിനെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തു. രാത്രി സമയങ്ങളിൽ ബൈക്കിന് മുകളിൽ നിന്നും ഹാൻഡിലിൽ ഇരുന്നും യുവാവ് സാഹസിക പ്രകടനങ്ങൾ നടത്തുന്ന വീഡിയോ സമൂഹമാധ്യമത്തിൽ പ്രചരിച്ചിരുന്നു. ഗതാഗത നിയമപ്രകാരം ഇത്തരം നിയമലംഘനങ്ങൾ ശിക്ഷാർഹമാണെന്ന് അധികൃതർ അറിയിച്ചു. കണ്ണൂർ ചിറക്കലിൽ വീടുകൾ കുത്തി തുറന്ന് പണവും വീട്ടുപകരണങ്ങളും മോഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കണ്ണാടിപ്പറമ്പ് സ്വദേശി റിഷാനാണ് അറസ്റ്റിലായത്. പ്രതിയെ സംശയകരമായ സാഹചര്യത്തിൽ കണ്ട നാട്ടുകാർ ഇയാളെ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. ഫോറൻസിക് വിഭാഗം പ്രതിയുടെ വിരലടയാളം പരിശോധിച്ചതോടെയാണ് മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞത്. കണ്ണൂർ കൂത്തുപറമ്പിൽ രാസലഹരിയുമായി 2 പേർ പിടിയിൽ. വാരം സ്വദേശി മുഹമ്മദ് ആഷിഖ്, മുഴുപ്പിലങ്ങാട് സ്വദേശി മുഹമ്മദ് ഫാഹിം എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ മയക്കുമരുന്നുമായി സഞ്ചരിച്ച കാറും ഇവരിൽ നിന്ന് 16.817 ഗ്രാം മെത്താംഫിറ്റമിനും എക്സൈസ് പിടിച്ചെടുത്തു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കച്ചവടം നടത്തിയയാൾ പിടിയിൽ. കാവിൽക്കടവ് സ്വദേശി നൂറുദ്ദീനാണ് പിടിയിലായത്. ലഹരിക്കെതിരായുള്ള ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായുള്ള റെയ്ഡിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും മറ്റും ഹാൻസ് വിൽക്കുന്നതുമായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നുള്ള പരിശോധനയിൽ 3 കിലോഗ്രാം ഹാൻസും പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തി. തൃശൂരിൽ നാട്ടുകാരനായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ അച്ഛനും മകനും ജീവപര്യന്തം തടവിന് പുറമെ മറ്റു വകുപ്പുകളിലും ശിക്ഷ. മണലൂർ ഉല്ലാസ് റോഡ് നിവാസികളായ തിരുത്തിയിൽ വേലിക്കുട്ടി, മകൻ അനിൽകുമാർ എന്നിവർക്കാണ് തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ ജഡ്ജി ശിക്ഷ വിധിച്ചത്. വയനാട് ആലത്തൂരിൽ തേനീച്ചയുടെ കുത്തേറ്റ് ഒരാൾ മരിച്ചു. എസ്റ്റേറ്റ് തൊഴിലാളി മണ്ണുണ്ടി ഉന്നതിയിലെ വെള്ളുവാണ് മരിച്ചത്. ജോലിക്ക് പോകുന്നതിനിടെ തേനീച്ചക്കൂട് പൊട്ടി ദേഹത്ത് വീഴുകയായിരുന്നു. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
ശ്രീനഗർ ഡൽഹി എയർ ഇന്ത്യ വിമാനം ലാൻഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെ പൈലറ്റ് മരിച്ചു. എയർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന പൈലറ്റ് അർമാനാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലായിരുന്നു സംഭവം. വിമാനത്തിനുള്ളിൽ വെച്ച് ഛർദ്ദിച്ച അർമാനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായി. ബീഹാറിൽ മിന്നലേറ്റ് 4 ജില്ലകളിലായി 13 പേർ മരിച്ചു. വടക്കൻ ബീഹാറിലെ ബെഗുസാരായ്, ദർഭാംഗ, മധുബാനി, സമസ്തിപൂർ ജില്ലകളിലാണ് മിന്നലേറ്റ് അപകടമുണ്ടായത്. ബെഗുസാരായിൽ 5 പേരും, ദർഭാംഗയിൽ 4 പേരും, മധുബാനിയിൽ 3 പേരും, സമസ്തിപൂരിൽ ഒരാളുമാണ് മരിച്ചതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ. എറണാകുളം മട്ടാഞ്ചേരിയിൽ കടുത്ത വേനലിൽ ആശ്വാസമായി മൈത്രി സോഷ്യൽ ഗ്രൂപ്പ്. മൈത്രി സോഷ്യൽ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ മുൻ വർഷങ്ങളിൽ നൽകിയതുപോലെ 15,000-ഓളം ആളുകളുടെ ദാഹമകറ്റിയ ജനകീയ തണ്ണീർ പന്തലിന്റെ ഉദ്ഘാടനം പ്രമുഖ നടൻ ആസിഫ് അലി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മൈത്രി സോഷ്യൽ ഗ്രൂപ്പ് ചെയർമാൻ ദീപക് പൂജാറയും മറ്റംഗങ്ങളും പങ്കെടുത്തു. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനം നടത്തി. രാവിലെ 7 മണിയോടെയാണ് ഗവർണർ പത്നി അനഘ ആർലേക്കർക്കൊപ്പം ക്ഷേത്രത്തിലെത്തിയത്. ദേവസ്വം ചെയർമാൻ ഗവർണറെ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. ഗവർണറായി ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഗുരുവായൂരിലെത്തുന്നത്. തൃശൂർ വെങ്കിടങ്ങിൽ വിഷു ഈസ്റ്റർ പടക്കം ചന്തയ്ക്ക് തുടക്കമായി. ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ചന്ത ആരംഭിച്ചത്. ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. കരിമരുന്ന് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം ചന്തയിൽ ഒരുക്കിയിട്ടുണ്ട്. ലഹരിയല്ല ഹരം, ജീവിതമാണ് ഹരം എന്ന മുദ്രാവാക്യവുമായി തൃശൂർ ജവഹർ ബാലഭവനിലെ 1ാം ക്ലാസ് മുതൽ +1 വരെയുള്ള 750 കുട്ടികൾ സ്വരാജ് റൗണ്ടിൽ കൈകോർത്തു. ലഹരി വിമുക്തി ആദ്യം ആരംഭിക്കേണ്ടത് കുട്ടികളിൽ നിന്നുമാണെന്നും ബാലഭവന്റെ പ്രവർത്തനം അഭിനന്ദനീയമാണെന്നും ജയരാജ് വാര്യർ. തൃശൂർ ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായി അവധിക്കാല ധൈഷണിക പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. തൃശൂർ സബ് കളക്ടർ അഖിൽ വി മേനോൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വിവിധ നൃത്ത പരിശീലനവും കുട്ടികളെ ലഹരി ഉപയോഗത്തിൽ നിന്നും വഴിമാറ്റാനും മത്സരാധിഷ്ഠിത പരീക്ഷകളിൽ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനുമുള്ള പരിശീലനവും ക്യാമ്പിനോടനുബന്ധിച്ച് നടന്നു. തൃശൂർ ചാലക്കുടി പ്രശസ്ത ഫോട്ടോഗ്രാഫർ സജീവ് വസദിനിയുടെ ഫോട്ടോ പ്രദർശനം ചോല ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. കേരളത്തിനകത്തും 32ഓളം ഫോട്ടോകളാണ് കാഴ്ച 25 എന്ന പേരിൽ ഒരുക്കിയിട്ടുള്ളത്. യാത്രകളിൽ പകർത്തിയ പ്രകൃതി ദൃശ്യങ്ങൾ, പട്ടണങ്ങൾ, വൈൽഡ് ലൈഫ്, ലാൻഡ്സ്കേപ്പ് തുടങ്ങിയ വിവിധ ഇനങ്ങളിൽപ്പെട്ട ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. പ്രദർശനം 12-ന് സമാപിക്കും. കാഴ്ച വിസ്മയമായി മെഗാ തിരുവാതിരക്കളി. മലപ്പുറം വിളയൂർ കളരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി മെഗാ തിരുവാതിരക്കളി സംഘടിപ്പിച്ചു. തൃശൂർ ബാവറട്ടിയിൽ ഭാഗവതത്തിലെ ഗജേന്ദ്രമോക്ഷം കഥയ്ക്ക് ചുമർ ചിത്രത്തിലൂടെ ചിത്ര സാക്ഷാത്കാരം. ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ M നളിൻ ബാബുവും ശിഷ്യനായ ജയൻ അക്കിക്കാവും ചേർന്ന് ഒറ്റ വലിപ്പത്തിലുള്ള ക്യാൻവാസിൽ ആക്രിലിക് വർണ്ണങ്ങളിൽ ചിത്രം വരച്ചു. 10 അടിയോളം നീളവും 8 അടിയോളം ഉയരവുമുള്ള ക്യാൻവാസിലാണ് ചിത്രം വരച്ചത്. ചിത്രം വരച്ചത് ബാംഗ്ലൂരിൽ ഇൻഡിഗോ ഫ്ലൈറ്റ് കമ്പനിയിൽ സീനിയർ പൈലറ്റായ ആനന്ദ് രാമകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം. DYFI തൃശൂർ ജില്ലാ കമ്മിറ്റി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മാത്രം 57,000 യൂണിറ്റ് രക്തദാനം DYFI നടത്തിയതായി ജില്ലാ ഭാരവാഹികൾ വ്യക്തമാക്കി. തൃശൂർ പുത്തമ്പീടിക KRCM ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലേക്ക് ഉപകരണങ്ങൾ കൈമാറി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മണ്ണുത്തിയിൽ ജബൽപൂർ വിഷയത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വികാരി റവറൻ ഫാദർ ഡേവിസ് ചിറമൽ പ്രതിഷേധ ജ്വാല റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ജബൽപൂർ വിഷയത്തിൽ പ്രതിഷേധ ജ്വാല. മലപ്പുറം വളാഞ്ചേരി മുനിസിപ്പൽ UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. ഇടതു സർക്കാരിനും വഖഫ് നിയമ ഭേദഗതിയിലൂടെ വർഗീയ വിഭജനം ലക്ഷ്യമാക്കുന്ന മോദി സർക്കാരിനുമെതിരെയാണ് സമരം.
UDF ചെയർമാൻ PT അജയ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു. അതിവേഗ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.